അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ചില കഥകളുണ്ട്, കേൾക്കുമ്പോൾ നമ്മെ നടുക്കുകയും കണ്ണു നിറയ്ക്കുകയും ചെയ്യുന്നവ. അത്തരമൊരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരമ്മ തൻ്റെ മകനോട് പറഞ്ഞു, മകനെ, നിൻ്റെ അച്ഛന് ഇപ്പോൾ വളരെയധികം വയസ്സായി. അദ്ദേഹത്തെ കൊണ്ട് നമുക്കിപ്പോൾ ഒരു പ്രയോജനവുമില്ല. നീ അയാളെ ചുമലിലേറ്റി ആ മലമുകളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കൂ. ഭാര്യയുടെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ മകൻ അച്ഛനെയും കൊണ്ട് മല കയറാൻ തുടങ്ങി. മലയിലേക്ക് പോകുന്ന വഴിയിൽ വൃദ്ധനായ അച്ഛൻ ഓരോ കല്ലുകളും പെറുക്കി വഴിയരികിൽ വെക്കുന്നുണ്ടായിരുന്നു. ആശ്ചര്യപ്പെട്ട മകൻ ചോദിച്ചു, അച്ഛാ, നിങ്ങൾ എന്തിനാണ് ഈ കല്ലുകൾ പെറുക്കി വഴിയരികിൽ വെക്കുന്നത്? കണ്ണു നിറഞ്ഞ അച്ഛൻ പറഞ്ഞു, മോനെ, നീ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് തിരിച്ചു പോകുമ്പോൾ എൻ്റെ പൊന്നുമോൻ വഴിതെറ്റാതിരിക്കാനാണ് ഞാൻ ഈ കല്ലുകൾ പെറുക്കി വെക്കുന്നത്, നിനക്ക് സുരക്ഷിതമായി വീട്ടിലെത്താൻ. ഈ വാക്കുകൾ കേട്ടപ്പോൾ മകൻ്റെ നെഞ്ച് തകർന്നുപോയി. അവൻ കണ്ണു നിറഞ്ഞ് പറഞ്ഞു, അച്ഛാ, ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛനെ ഉപേക്ഷിക്കില്ല. എൻ്റെ അച്ഛൻ ജീവിതകാലം മുഴുവനും എൻ്റെ അച്ഛൻ എനിക്കൊപ്പം തന്നെ ഉണ്ടാകും. സുഹൃത്തുക്കളെ, മാതാപിതാക്കൾ പ്രായമായാൽ അവരെ ഭാരമായി കാണരുത്. അവർ നമ്മെ വളർത്തിയപ്പോഴൊക്കെ അവർക്കെന്നും ഒരു നേട്ടവും വേണ്ടിയിരുന്നില്ല. അവർക്ക് വേണ്ടിയിരുന്നത് നമ്മുടെ സന്തോഷം മാത്രമായിരുന്നു. അവരുടെ വാർദ്ധക്യത്തിൽ അവരെ ഉപേക്ഷിക്കാതെ സുരക്ഷിതമായും സന്തോഷത്തോടെയും നമ്മോടൊപ്പം ജീവിക്കണമെന്നതാണ് അവരുടെ വലിയ ആഗ്രഹവും പ്രതീക്ഷയും. അതുകൊണ്ട് മാതാപിതാക്കൾ നമ്മുടെ വീട്ടിൽ ഭാരമല്ല, ഒരു അനുഗ്രഹമാണ്. അവർ നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടിയും വിളക്കുകളുമാണ്. ഇന്നു മുതൽ ഒരു കാര്യം തീരുമാനിക്കാം: മാതാപിതാക്കൾ നമ്മോടൊപ്പം ജീവിക്കുന്നിടത്തോളം അവർ നമ്മുടെ കൂടെ സുരക്ഷിതമായും സന്തോഷത്തോടെയും ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പാക്കണം.